ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവിൽ പ്രിയരെ, പൗലോസ് അപ്പോസ്തലൻ റോമർക്കെഴുതിയ ലേഖനം അതിൻ്റെ 6-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള തിരുവചന ഭാഗങ്ങൾ. റോമാലേഖനം 6-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 7 വരെയുള്ള തിരുവചന ഭാഗങ്ങൾ. ഈ കാലഘട്ടത്തിലെ വിശ്വാസ ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വളരെ സുപ്രധാനമായ ചില ചിന്തകളാണ് ഈ തിരുവചന ഭാഗത്ത് അടങ്ങിയിരിക്കുന്നത് എന്ന് ദൈവാത്മാവ് ഹൃദയത്തെ പ്രേരിപ്പിക്കുകയാണ്. ആയതുകൊണ്ട് ഈ വിഷയം ഇന്ന് നിങ്ങളുടെ ഏവരുടെയും ചിന്തയ്ക്കും ധ്യാനത്തിനുമായിട്ട് സമർപ്പിക്കുന്നു. തുറന്ന മനസ്സോടെ യേശുവേ, അങ്ങ് എന്നോട് വ്യക്തിപരമായി സംസാരിക്കണമേ എന്നുള്ള ആ തീവ്രമായ ആഗ്രഹത്തോടും പ്രാർത്ഥനയോടും കൂടെ ദൈവവചനത്തിനായിട്ട് നമുക്ക് ശ്രദ്ധാപൂർവം കാതോർക്കാം. പ്രിയപ്പെട്ടവരെ, റോമാലേഖനം 6-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ തിരുവചനം ശ്രദ്ധിക്കുക. ആകയാൽ നാം എന്തു പറയേണ്ടു? കൃപ പെരുകേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കുക എന്നോ ഒരു നാളും അരുത്. പ്രിയപ്പെട്ടവരെ, ഈ കാലഘട്ടങ്ങളിൽ പാപത്തോടുള്ള മനുഷ്യൻ്റെ സമീപനം വളരെ ലാഘവത്തോടു കൂടിയ ഒരു സമീപനമാണ് എന്നതിന് സംശയമൊന്നുമില്ല. അതിൻ്റെ കാരണം എന്താണ് എന്ന് അന്വേഷിക്കുമ്പോൾ ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ചുള്ള ചിന്ത തന്നെയാണ് അതിനുള്ള കാരണം എന്ന് പലപ്പോഴും തോന്നുകയാണ്. ദൈവം കരുണയുള്ളവനാണ് എന്ന കാര്യത്തിന് യാതൊരു സംശയവുമില്ല. നാം ഇന്ന് ജീവിച്ചിരിക്കുന്നത് തന്നെ അതിൻ്റെ തെളിവാണ്. അല്ലെങ്കിൽ നാം ചെയ്തിട്ടുള്ള പാപത്തിന് തമ്പുരാൻ നമ്മോട് പകരം ചെയ്തിരുന്നുവെങ്കിൽ, അതിൻ്റെ അളവിനനുസരിച്ചും തോതിനനുസരിച്ചും നമ്മോട് പ്രതികരിച്ചിരുന്നുവെങ്കിൽ നിശ്ചയമായും നമ്മുടെ ജീവിതം അവസാനിച്ചു പോകേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. നരകം നമുക്ക് പണ്ടേ ലഭ്യമാകുന്ന ഒരനുഭവമായി മാറിയേനെ. എന്നാൽ പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടാണ് നമ്മുടെ ജീവിതം ആ കരുണയെക്കുറിച്ചുള്ള ചിന്തകളിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത്? നിശ്ചയമായും ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഈ കരുണയെക്കുറിച്ചുള്ള ചിന്ത ഉണ്ടാകേണ്ടത് ആവശ്യമാണെങ്കിലും ആ ചിന്ത പാപപ്രവർത്തികളോടുള്ള അവൻ്റെ ലാഘവത്വം വർദ്ധിപ്പിക്കുന്നുണ്ടോ എന്ന് ഗൗരവപൂർണമായി സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം വിശുദ്ധ കുമ്പസാരത്തിനൊക്കെയും കടന്നു വരുന്ന ആളുകൾ വളരെ ലാഘവത്തോടു കൂടിയാണ് തങ്ങളുടെ പാപങ്ങളെ ദൈവസന്നിധിയിൽ ഏറ്റുപറയുന്നത്. അതത്ര കണ്ടൊരു ഗൗരവമുള്ള വിഷയമായിട്ട് പോലും ഈ കാലഘട്ടത്തിൽ മനുഷ്യൻ്റെ മനസ്സിൽ അത് ഫലപ്രദമായി തോന്നുന്നില്ല. പാപം ചെയ്യാന്നൊക്കെ പറയുന്നു, അത് ദൈവം കരുണയുള്ളവനാണല്ലോ, ക്ഷമിച്ചോളുമല്ലോ. ഓരോ പ്രാവശ്യവും പാപം ചെയ്ത് തിരിച്ചു പോകുമ്പോഴും അടുത്ത പാപത്തിന് ഇവനെ പ്രേരിപ്പിക്കുന്ന ഘടകമായി പോലും ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ചുള്ള ചിന്ത മാറ്റപ്പെടുന്നില്ലേ ഈ കാലഘട്ടത്തിൽ? വളരെ ഗൗരവത്തോടുകൂടെ നമ്മൾ പരിശോധിക്കേണ്ട ഒരു വിഷയമാണ്. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഇങ്ങനെയാണ് പൗലോസ്ലീഹ പറയുക, കൃപ പെരുകേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കുക എന്നോ. വചനം പറയുന്നുണ്ടല്ലോ, പാപം വർദ്ധിക്കുന്നിടത്ത് കൃപ പെരുകുന്നു എന്ന്. എന്നാൽ കൃപ പെരുകുന്നതിന് വേണ്ടി പാപം ചെയ്തുകൊണ്ടിരിക്കുക എന്ന ഒരു ന്യായവാദം അതിനുണ്ടോ? വാസ്തവത്തിൽ ഈ ന്യായവാദമല്ലേ പാപത്തിൻ്റെ പടുകുഴിയിൽ ജീവിക്കുന്ന വിശ്വാസി നിനക്കുള്ളത്? കൃപ വർദ്ധിക്കുന്നതിന് പാപം ചെയ്തുകൊണ്ടിരിക്കുക എന്ന ന്യായവാദം, എന്ന ഉടക്ക് ന്യായം, ഈ ഉടക്ക് ന്യായം മനസ്സിൽ താലോലിക്കുന്ന വിശ്വാസികളായി നാം മാറ്റപ്പെടുന്നുണ്ടോ എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ദൈവം കരുണാസമ്പന്നനാണ് എന്ന് പറയുമ്പോഴും ഒരു വിശ്വാസി തൻ്റെ തന്നെ ഒരവസ്ഥയെ ഗൗരവമായി പരിശോധിക്കേണ്ടതുണ്ട്. ഞാൻ വിശ്വാസത്തിലേക്ക് കടന്നു വരികയും ഞാൻ ക്രിസ്തുവിൽ മാമോദീസ സ്വീകരിക്കുകയും ക്രിസ്തുവിനോട് ചേർന്ന് ജീവിക്കുകയും ചെയ്യാനായിട്ട് തീരുമാനമെടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ പാപം ചെയ്യാൻ പാടില്ല എന്ന് തന്നെയാണ്. പാപത്തിൻ്റെ അവസ്ഥയിലേക്ക് ഞാൻ പോകാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് ക്രിസ്തു ആഗ്രഹിക്കുന്നത്. ഞാൻ എടുക്കേണ്ട എൻ്റെ നിലപാട്, എൻ്റെ തീരുമാനം ആ തലത്തിലായിരിക്കണം എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് ഞാൻ എൻ്റെ പാപത്തെ കാണാതിരിക്കുന്നതാണ് നല്ലത്. ഞാൻ എൻ്റെ വിശുദ്ധ ജീവിതത്തെ സമീപിക്കാതിരിക്കുന്നതാണ് നല്ലത്. ദൈവത്തിൻ്റെ കരുണ എന്നതൊരു യാഥാർത്ഥ്യമാണ്. എന്നിരിക്കലും
ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുന്നതാണ് നല്ലത്. എപ്പോൾ? എൻ്റെ വിശുദ്ധിയുടെ തീരുമാനങ്ങൾ ഞാൻ എൻ്റെ ഹൃദയത്തിൽ എടുക്കുമ്പോൾ, പാപത്തിൻ്റെ പ്രലോഭനങ്ങളും പ്രേരണകളും എൻ്റെ ജീവിതത്തിൽ വരുമ്പോൾ, ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ച് ഞാൻ ചിന്തിക്കാതിരിക്കുന്നതാണ് നല്ലത്. പ്രിയപ്പെട്ടവരെ, ഇത് വളരെ ഗൗരവമായി നാം ചിന്തിക്കേണ്ടതല്ലേ? എങ്കിൽ മാത്രമാണ് ഒരു വ്യക്തിക്ക് താൻ ചെയ്യുന്ന പാപപ്രവണതകളെ കുറിച്ചുള്ള ലാഘവത്വം നഷ്ടപ്പെടുകയുള്ളൂ. ആ ലാഘവത്വം നഷ്ടപ്പെട്ടേ പറ്റത്തുള്ളൂ. ആ ലാഘവത്വം വലിയൊരു പാപമാണ്. ഇത് നമ്മൾ എത്ര പേര് കുമ്പസാരത്തിലേറ്റ് പറയാറുള്ള പാപമാണ് ഈ ലാഘവത്വം. അശുദ്ധി പ്രവൃത്തി ചെയ്യുന്നതിനോടുള്ള എൻ്റെ ലാഘവത്വപരമായ സമീപനം. നമ്മളിൽ എത്ര പേര് വിശുദ്ധ കുമ്പസാരത്തിൽ ഏറ്റുപറയാറുണ്ട്, ഉപേക്ഷിക്കാറുണ്ട്? ഗൗരവത്തോടുകൂടെ നമ്മൾ പരിശോധിക്കേണ്ട ഒരു വിഷയമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇന്ന് നിങ്ങൾ ദൈവവചനം കേൾക്കുമ്പോൾ ചില പാപപ്രവർത്തികൾ നിങ്ങൾ നിരന്തരമായി ആലോചിക്കുന്നുണ്ടെങ്കിൽ, അത് തമ്പുരാൻ കരുണ ചെയ്തോളും എന്ന ചിന്ത നിങ്ങളുടെ മനസ്സിനെ ഭരിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ആ കരുണയെക്കുറിച്ചുള്ള ചിന്ത അങ്ങ് മാറ്റി നിർത്തിയിട്ട് നിങ്ങൾ ക്രിസ്തുവിനാൽ വീണ്ടെടുക്കപ്പെട്ട വിശുദ്ധ ജീവിതത്തിന് വിളിക്കപ്പെട്ട ക്ഷണിക്കപ്പെട്ട ഒരു വ്യക്തിയാണ് എങ്കിൽ നിശ്ചയമായും എൻ്റെ പാപത്തെ ഞാൻ വെറുത്തേ മതിയാകൂ എന്ന ചിന്ത നമ്മുടെ ഹൃദയത്തിൽ രൂപപ്പെടേണ്ടിയിരിക്കുന്നു. ഇന്നത്തെ വിശ്വാസി എന്തുകൊണ്ടാണ് പാപം ഉപേക്ഷിക്കാൻ കഴിയാത്തത്? അതിൻ്റെ കാരണം അവൻ പാപത്തെ സ്നേഹിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. അവൻ പാപത്തെ സ്നേഹിക്കുന്നുണ്ട്. തെറ്റാണ് പാപമെന്ന് തിരിച്ചറിയുമ്പോൾ പോലും പാപത്തെ ഹൃദയം കൊണ്ട് സ്നേഹിക്കുന്നവനാണ് വീണ്ടും പാപിയാകുന്നത്. തിരിച്ചറിയുക ആ ബോധ്യം. ഒന്നുകൂടെ ഞാനത് പറയാൻ ആഗ്രഹിക്കുകയാണ്. തെറ്റാണ് പാപമെന്ന തിരിച്ചറിവുള്ളപ്പോഴും പാപത്തെ ഹൃദയം കൊണ്ട് സ്നേഹിക്കുന്നവനാണ് വീണ്ടും പാപിയായി മാറ്റപ്പെടുന്നത്. ഇതൊരു വാസ്തവമാണ് പ്രിയപ്പെട്ടവരെ. പാപം ഉപേക്ഷിക്കുന്നു എന്ന് പലപ്പോഴും നാം ദേവാലയങ്ങളിൽ നിന്ന് പ്രഖ്യാപിക്കുമ്പോഴും ഹൃദയത്തിൻ്റെ ഏതോ ചില കോണുകളിൽ ഞാൻ ചെയ്യുന്ന തിന്മയോടുള്ള ഒരു സ്നേഹം, ഒരടുപ്പം, ആ സുഖത്തോടുള്ള ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സമീപനം എൻ്റെ ഹൃദയത്തിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ വീണ്ടും ആ പാപത്തിൻ്റെ വഴികളിലേക്ക് യാത്ര ചെയ്യുന്നത്. പക്ഷേ നമ്മൾ എന്നിട്ട് വീണ്ടും കുമ്പസാരത്തിന് കടന്നു വരുമ്പോഴൊക്കെ നമ്മൾ പറയും, അയ്യോ എനിക്ക് വീണ്ടും പാപം വന്നു, അയ്യോ ഞാനതിനെ വെറുക്കുവാണ്, ഞാനതിനെ ഉപേക്ഷിക്കുകയാണെന്നൊക്കെ പറയും. അത് അക്ഷരങ്ങളിൽ അങ്ങനെ ഏറ്റുപറയുമ്പോൾ പോലും ആന്തരിക മനുഷ്യന് ഈ പാപത്തോടുള്ള സ്നേഹമുണ്ടോ പരിശോധിക്കുക. നീ അടുത്തൊരു ഘട്ടം എന്ന് പറയുന്നത്, ചിലർ പാപത്തെ സ്നേഹിക്കുന്നില്ല, പാപത്തെ വെറുക്കുന്നുണ്ട്. പക്ഷെ എന്താ വിഷയം എന്നറിയാമോ? വെറുക്കുന്നവരോട് കൂടെ ജീവിക്കാൻ ഇന്നത്തെ മനുഷ്യൻ പഠിച്ചിരിക്കുന്നു. വെറുക്കുന്നതിനോട്, താൻ വെറുക്കുന്നതിനോട് പൊരുത്തപ്പെട്ട് ജീവിക്കാൻ ഇന്നത്തെ മനുഷ്യൻ പഠിച്ചിരിക്കുന്നു. സത്യമല്ലേ പ്രിയപ്പെട്ടവരെ? ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യനോട് വെറുപ്പുണ്ട് എന്ന് കരുതുക. ആ വെറുപ്പുള്ളവനെ കാണുമ്പോൾ തൻ്റെ വെറുപ്പ് അവനോട് പ്രകടിപ്പിക്കാതെ അവനോട് സ്നേഹത്തിൻ്റെ ഭാഷ സംസാരിക്കാൻ ഇന്നത്തെ മനുഷ്യന് നന്നായി അറിയാം. ഇപ്പോൾ കുടുംബങ്ങൾ തന്നെ എടുക്കുക. ഇപ്പോൾ എന്നെ ശ്രവിക്കുന്ന നിങ്ങൾ ഒരു കുടുംബാംഗമാണ്. നിങ്ങളുടെ അപ്പൻ, അമ്മ, ഭാര്യ, ഭർത്താവ് അല്ലെങ്കിൽ മക്കൾ ഒക്കെ ആയിട്ട് ഒരു കുടുംബമായിട്ടായിരിക്കും നിങ്ങൾ ജീവിക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ അമ്മായിയമ്മയോട് ഭയങ്കരമായ ദേഷ്യം ഉണ്ടാകും സഹോദരി. അത് ഭയങ്കര ഒരു വെറുപ്പ് തന്നെയായിരിക്കും ഒരു പക്ഷേ നിങ്ങൾ ആ അമ്മായിയമ്മയോട് പൊരുത്തപ്പെട്ട് ജീവിക്കുന്നില്ലേ കഴിഞ്ഞ വർഷങ്ങളായിട്ട് നിങ്ങളുടെ വീട്ടിൽ? എങ്ങനെ നിങ്ങൾക്കത് സാധിക്കുന്നു? നിങ്ങളുടെ അമ്മായിയമ്മയോട് വെറുപ്പ് എന്ന് പറയുന്ന വികാരം നിങ്ങളുടെ ഹൃദയത്തിൽ ഉള്ളപ്പോൾ പോലും ആ വെറുപ്പിനെ കവച്ചു വെച്ച് സ്നേഹത്തിൻ്റെ, സ്വീകാര്യതയുടെ, സഹകരണത്തിൻ്റെ എക്സ്പ്രഷൻസ് നടത്തിക്കൊണ്ട് വെറുക്കുന്ന ആളെ കയ്യിലെടുത്ത് ജീവിക്കാൻ നിങ്ങൾ ട്രെയിൻഡാണ്. ഇതാണ് പാപത്തോടുള്ള നിങ്ങളുടെ സമീപനത്തിലും കാണുന്നത്. പാപത്തെ വെറുക്കുന്നു എന്ന് നിങ്ങൾ പറയുകയും ഒരുപക്ഷെ വെറുക്കുകയും ചെയ്താൽ പോലും ആ വെറുക്കുന്ന പാപത്തെ കൂടെ ജീവിതത്തിൽ അക്കോമഡേറ്റ് ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ഒരവസ്ഥ നിങ്ങളുടെ ജീവിതത്തിൽ ഇല്ലേ എന്നുള്ളതാണ്. അത് വളരെ ഗൗരവത്തോടുകൂടെ നിങ്ങൾ തിരിച്ചറിയേണ്ട ഒരവസ്ഥയാണ്. പാപത്തെ വെറുക്കുന്നു. അതുകൊണ്ട് പാപത്തെ വെറുത്താൽ മാത്രം പോരാ, പാപത്തെ അറയ്ക്കണം എന്നുകൂടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുക. അത് ദൈവാത്മാവ് തരുന്നൊരു വാക്കാണ്. പാപത്തോട് അറപ്പുളവാകട്ടെ എന്നതാണ്. വെറുപ്പുളവായാൽ മാത്രം പോരാ, അറപ്പൂടെ ഉളവാകണം.
വെറുപ്പുളവാകുന്നതിനോടുകൂടെ ജീവിക്കാൻ നമുക്ക് ഒരുപക്ഷെ സാധിച്ചേക്കാം, പക്ഷെ അറപ്പുളവാകുന്നതിനൂടെ ജീവിക്കാൻ പിന്നെ ഒരിക്കലും സാധിക്കത്തില്ല. അതാണ് അറപ്പിൻ്റെ പ്രത്യേകത. ഒരു വ്യക്തിയോട് അല്ലെങ്കിൽ ഒരു വസ്തുവിനോട് ഒരു അറപ്പ് രൂപപ്പെട്ടാൽ, ഒരു വ്യക്തിക്ക് വിസർജ്യ വസ്തുക്കളോട് തോന്നുന്ന അറപ്പ് പോലത്തെ ഒരു അറപ്പ് ഒരിക്കലും വിസർജ്യ വസ്തു താൻ കിടക്കുന്ന കിടക്കയിലോ താൻ ഉപയോഗിക്കുന്ന ടേബിളിലോ താൻ താമസിക്കുന്ന വീടിൻ്റെ ഉള്ളിലോ സൂക്ഷിക്കാൻ ആരും ശ്രമിക്കത്തില്ലല്ലോ. അത് എത്രയും പെട്ടെന്ന് ആ വിസർജ്യ വസ്തു തൻ്റെ വീടിൻ്റെ പരിസരത്ത് നിന്ന് തൂത്തുകളയാനായിട്ട് അവൻ ശ്രമിക്കും. നമ്മൾ പക്ഷേ വെറുപ്പുള്ളൊരു സാധനം നമ്മുടെ വീട്ടിലിരിക്കുന്നുണ്ടെങ്കിൽ നമ്മളത് ശ്രദ്ധിക്കാതിരുന്നാൽ മതിയല്ലോ, അതവിടെ ഇരുന്നോട്ടെ എന്ന് വേണമെങ്കിൽ നമുക്ക് ചിന്തിക്കാം. പക്ഷേ അറപ്പുളവായി കഴിഞ്ഞാൽ, അറപ്പുളവാക്കുന്ന വിസർജ്യ വസ്തുക്കൾ ഒരിക്കലും നമ്മുടെ കുടുംബങ്ങളിൽ സൂക്ഷിച്ചു വെക്കാറില്ലാത്തതുപോലെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഹൃദയത്തിൽ അറപ്പുളവാക്കുന്ന വിസർജ്യ വസ്തുക്കൾക്ക് തുല്യമായ പാപത്തെ, അശുദ്ധിയെ വെറുത്തുപേക്ഷിക്കാൻ, അതിനെ വെച്ചു പൊറുപ്പിക്കാതിരിക്കാൻ നിങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രേരണ ഉണ്ടാകണം. ഈ ലാഘവത്വം നഷ്ടപ്പെടട്ടെ. വിശുദ്ധി ചിന്തിക്കുമ്പോൾ, വിശുദ്ധിയെക്കുറിച്ച് നിങ്ങൾ ഗൗരവമായി ചിന്തിക്കുമ്പോൾ, അശുദ്ധിയോടുള്ള ലാഘവത്വപരമായ സമീപനം, കരുണ തോന്നുമെന്നുള്ള ആ ന്യായീകരണപൂർവമായ സമീപനം അതുപേക്ഷിക്കാൻ, പാപത്തെ വെറുത്താൽ മാത്രം പോരാ, അതിനെ അറയ്ക്കാൻ, അതിനെ വിസർജ്യതുല്യം കണ്ട് അറപ്പോടെ മാറ്റി നിർത്താനായിട്ടുള്ള പ്രേരണ രൂപപ്പെടട്ടെ എന്നതാണ്. രണ്ടാമത്തെ വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. പാപസംബന്ധമായി മരിച്ചവരായ നാം ഇനി അതിൽ ജീവിക്കുന്നത് എങ്ങനെ? പൗലോസ് അപ്പോസ്തലൻ ചോദിക്കുകയാണ്, പാപസംബന്ധമായി മരിച്ചവരായ നാം ഇനി അതിൽ ജീവിക്കുന്നത് എങ്ങനെ? പ്രിയപ്പെട്ടവരെ, ഒരു വിശ്വാസിയുടെ പാപവുമായിട്ടുള്ള ബന്ധം എന്താണെന്നാണ് ഇവിടെ പറയുക പൗലോസ് ലീഹ. ഒരു വിശ്വാസിയുടെ പാപത്തോടുള്ള ബന്ധം എന്താണ്? അത് മരണമാണ്. അതായത് പാപസംബന്ധമായി മരിച്ചതാണ് എൻ്റെ ശരീരം. എൻ്റെ ശരീരത്തിന്, വിശ്വാസിയുടെ ശരീരത്തിന് പാപവുമായിട്ട് മരിച്ച അവസ്ഥയാണുള്ളത്. എൻ്റെ ശരീരം മരിച്ചു, പാപവുമായിട്ടുള്ള ബന്ധത്തിൽ ഞാൻ മരിച്ചു, എൻ്റെ ശരീരം ഡെഡ്, മരിച്ചു. രോഗിയാണെന്ന പദം പോലും പൗലോസ് ലീഹ ഉപയോഗിക്കുന്നില്ല. പാപവുമായിട്ടുള്ള ബന്ധത്തിൽ എൻ്റെ ശരീരം രോഗാവൃതമാണെന്ന് പറയുന്നില്ല. പാപവുമായിട്ടുള്ള ബന്ധത്തിൽ ഒരു വിശ്വാസിയുടെ ശരീരം മരിച്ചതാണ്. മരിച്ച ശരീരത്തിൽ ആത്മാവിന് വസിക്കാൻ കഴിയാത്തതുപോലെ പ്രിയപ്പെട്ടവരെ, ഇതാ മരണപ്പെട്ട ഒരു വിശ്വാസിയുടെ ശരീരത്തിൽ, പാപസംബന്ധമായി മരിച്ചൊരു വിശ്വാസിയുടെ ശരീരത്തിൽ പ്രവേശിക്കാൻ പാപത്തിന് കഴിയത്തില്ല. ഇത് വളരെ ഗൗരവത്തോടുകൂടെ ശ്രദ്ധിക്കണം. അതുകൊണ്ട് നമ്മുടെ ശരീരത്തെ പാപസംബന്ധമായി കൊന്നൊടുക്കാൻ കഴിയുമോ എന്നതാണ് ഇവിടെ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ അനിവാര്യമായി നടക്കേണ്ട ഒരു കൊലപാതകത്തെക്കുറിച്ചുള്ള സൂചനയാണ്. പ്രിയപ്പെട്ടവരെ, കൊല ചെയ്യരുതെന്ന് പറയുമ്പോഴും ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ അനിവാര്യമായി നടക്കേണ്ട ഒരു കൊലപാതകമുണ്ട്. പാപത്തിൽ ഒരു കൊലപാതകമുണ്ട്. അത് പാപത്തെ തന്നിൽ നിന്ന് വെട്ടിമാറ്റണം. പാപസംബന്ധമായി താൻ മരിക്കണം. അതവൻ ചെയ്തേ പറ്റത്തുള്ളൂ. ഇവിടെ ഒരു കോംപ്രമൈസിന്റെ ഒരു ടോൺ പോലും ഇല്ല എന്നുള്ളതാണ് പൗലോസ് അപ്പോസ്തലന്റെ ഈ വാക്കുകളിൽ നമുക്ക് കാണാൻ സാധിക്കുക. യാതൊരു കോംപ്രമൈസിന്റെ ടോൺ പോലും ഇല്ല പൗലോസ് ലീഹയുടെ ജീവിതത്തിൽ. താൻ മരിച്ചു, പാപസംബന്ധമായി താൻ മരിച്ചു. അതാണ്. പിന്നെ എങ്ങനെ നമുക്ക് ജീവിക്കാനായിട്ട്, പാപത്തിൽ ജീവിക്കാനായിട്ട് സാധിക്കും? മരിച്ച ഒരാൾക്ക് പിന്നെ മരിച്ച അവസ്ഥയിൽ ജീവിക്കാനായിട്ട് കഴിയുന്നത് എങ്ങനെ? പാപസംബന്ധമായി മരിച്ച ഒരാൾക്ക് അതിൽ തന്നെ ജീവിക്കാൻ കഴിയുന്നത് എങ്ങനെ? പ്രിയപ്പെട്ടവർ, ഇത് വളരെ ഗൗരവത്തോടുകൂടി നമ്മൾ ചിന്തിക്കേണ്ടതാണ്. മൂന്നാമത്തെ വാക്യത്തിലേക്ക് നിങ്ങൾ ശ്രദ്ധ ക്ഷണിക്കാം. അല്ല, യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവൻ്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? യേശുക്രിസ്തുവിനോടുകൂടെ സ്നാനമേറ്റവരായ, യേശുക്രിസ്തുവിനോടുകൂടെ ചേരാനായിട്ട് സ്നാനമേറ്റവരായ നാം അവൻ്റെ മരണത്തിൽ പങ്കാളികളാകാൻ വേണ്ടിയിട്ടാണ് സ്നാനമേറ്റത്. എന്താണ് അവൻ്റെ മരണം? എന്താണ് ക്രിസ്തുവിൻ്റെ മരണത്തിൻ്റെ പ്രത്യേകത?
യേശുക്രിസ്തുവിൻ്റെ മരണത്തിൻ്റെ പ്രത്യേകത എന്നത് അത് പാപസംബന്ധമായ മരണമാണെന്നതാണ്. ലോക മനുഷ്യകുലത്തിൻ്റെ മുഴുവൻ പാപം യേശുതമ്പുരാൻ തൻ്റെ സ്വന്തം ശരീരത്തിൽ വഹിച്ചു. ആ വഹിച്ച ശരീരത്തെ താൻ കൊന്നു. ഇനി ആ പാപത്തിന് ഈ ശരീരത്തിന്മേൽ അധീനതയില്ല, അവകാശമില്ല. പ്രിയപ്പെട്ടവരെ, ഇത് ഭയങ്കരമായൊരു തിരിച്ചറിവാണ്. ആയതുകൊണ്ട് നമ്മുടെ ജീവിതം ഒരു കാരണവശാലും പാപത്തെ താലോലിക്കുന്ന ജീവിതമാകാൻ കഴിയത്തില്ല. യേശുക്രിസ്തുവിൻ്റെ ശരീരത്തിന് ഇനി ഒരിക്കലും പാപത്തെ സ്വീകരിക്കാനായിട്ട് കഴിയുകയില്ല. കാരണം പാപത്തെ സ്വീകരിച്ച ശരീരത്തെ താൻ കൊല്ലാൻ അനുവദിച്ചു, താൻ മരിപ്പിച്ചു. ഇത് തന്നെയാണ് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ആവർത്തിക്കപ്പെടേണ്ടത് എന്നതാണ് ഈ തിരുവചന ഭാഗം നമ്മെ പഠിപ്പിക്കാൻ ശ്രമിക്കുക. നിങ്ങൾ പാപസംബന്ധമായിട്ട് മരിച്ചവരാണ്. യേശുക്രിസ്തുവിനോട് ചേരുവാൻ വേണ്ടി സ്നാനം സ്വീകരിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ തിരിച്ചറിയുക, ദൈവവേദലേ, നിങ്ങൾ അവൻ്റെ മരണത്തിന് തുല്യരാണ്. അവൻ്റെ മരണത്തിനാണ് സ്നാനം സ്വീകരിച്ചിട്ടുള്ളത്. ആ മരണത്തിൻ്റെ അവസ്ഥ എന്താണ്? യേശു തൻ്റെ ശരീരത്തിലുണ്ടായിരുന്ന പാപത്തെ കൊന്നു. താൻ ആ മരണത്തിന് വിധേയപ്പെട്ടു. ഇനി ആ പാപത്തിന് ഈ ശരീരത്തിൽ പ്രവേശിക്കാൻ കഴിയത്തില്ല. എന്നതുപോലെ നിങ്ങൾ മാമോദീസ സ്വീകരിച്ചിട്ടുള്ളവരാണ് എങ്കിൽ ഇനി പാപത്തിന് നിങ്ങളുടെ ശരീരത്തിൽ പ്രവേശിക്കാനായിട്ട് അവകാശമില്ല. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് ഇങ്ങനെ അവകാശമില്ലാത്ത സാധനം വീണ്ടും നിങ്ങളുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ എന്ത് പറ്റും? നിങ്ങളതിനെ പ്രവേശിപ്പിക്കുമ്പോൾ എന്ത് പറ്റും? നിങ്ങളുടെ ശരീരം രോഗാവൃതമായി തീരും. അങ്ങനെയാണ് ഇന്ന് അനേകരുടെ ശരീരം രോഗമുള്ളതായി തീരുന്നത്. പ്രിയപ്പെട്ടവരെ, ഇപ്പോഴും മരുന്നില്ലാത്ത, ചികിത്സയില്ലാത്ത എന്തുമാത്രം രോഗങ്ങളാണുള്ളത്. എന്താണ് ഈ രോഗങ്ങളുടെ കാരണം? പ്രിയപ്പെട്ടവരെ, പാപമാണ്, പാപമാണ്, പാപമാണ്. പാപസംബന്ധമായി മരിച്ച് യേശുക്രിസ്തുവിൻ്റെ മരണത്തോട് പങ്കുചേരുവാൻ വേണ്ടി സ്നാനം സ്വീകരിച്ച് പാപഭംഗിലമായ ജഡത്തെ കുഴിച്ചിട്ട് മരിപ്പിച്ച മനുഷ്യ വിശ്വാസി, നിന്റെ ആ ശരീരത്തിലേക്ക്, ക്രിസ്തുവിനാൽ പുനർജീവിപ്പിക്കപ്പെട്ട പുതിയ ശരീരത്തിലേക്ക് വീണ്ടും പാപത്തെ നീ ക്ഷണിച്ചു വരുത്തുമ്പോൾ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിൻ്റെ ശരീരത്തിൽ പാപത്തെ സൂക്ഷിക്കുന്നതിന് തുല്യമാണ്. പാപത്തെ സന്നിവേശിപ്പിക്കാൻ നീ ശ്രമിക്കുന്നതിന് തുല്യമാണ് നിന്റെ ശരീരത്തിലേക്ക് നീ ക്ഷണിക്കുന്ന പാപം. നിങ്ങൾ ഇന്ന് നേരിടുന്ന രോഗത്തിൻ്റെ അടിസ്ഥാനപരമായ കാരണമെന്നത്, പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ പാപമാണ്. ആ പാപം നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവായിപ്പോയാൽ തന്നെ നിങ്ങളുടെ രോഗം ബാധി സുഖപ്പെടുമെന്ന് തിരിച്ചറിയും. നിങ്ങൾ ഇന്ന് നേരിടുന്ന അസുഖങ്ങൾ പലതിൽ നിന്ന് നിങ്ങൾക്ക് മോചനം ഉണ്ടാകും. ഈ രോഗത്തിൻ്റെ ബന്ധനത്തിൽ നിങ്ങൾ പുറത്തിയാടിയാൽ, പാപത്തിൻ്റെ ബന്ധനത്തിൽ. അതുകൊണ്ട് പാപസംബന്ധമായി മരിച്ച വ്യക്തിയാണ് ഞാൻ. ഇത് തിരിച്ചറിയാനായിട്ട് നമുക്ക് കഴിയണമെന്ന സന്ദേശമാണ്. പ്രിയപ്പെട്ടവരെ, അടുത്ത 4-ാമത്തെ വാക്യത്തിലേക്ക് കടക്കാം. അങ്ങനെ നാം അവൻ്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. അങ്ങനെ നാം അവൻ്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന തൻ്റെ സ്നാനത്താൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. മാമോദീസ സ്വീകരിച്ച വ്യക്തി ചെയ്യുന്ന പാപം അത് മരിച്ച ഉയർത്തെഴുന്നേറ്റ ശരീരത്തിലേക്ക് വീണ്ടും പാപത്തെ സന്നിവേശിപ്പിക്കുന്നതിന് തുല്യമാണ്. പ്രിയപ്പെട്ടവർ, ഈ അടുത്ത കാലത്ത് എൻ്റെ മനസ്സിൽ ഇങ്ങനെ ദൈവാത്മാവ് ഒരു ചിന്ത തന്നു. അത് അല്പം കട്ടിയായിട്ടൊരു ചിന്തയാണ്. ഒത്തിരി മനസ്സിനെ വേദനിപ്പിക്കുന്ന ഒരു ചിന്തയാണത്, നോവിക്കുന്ന ഒരു ചിന്തയാണ്. ചിന്ത മറ്റൊന്നുമല്ല, ഒരു മാമോദീസ സ്വീകരിച്ച കർത്താവിൻ്റെ തിരുശരീര രക്തങ്ങൾ അനുഭവിക്കുന്ന ഒരു വ്യക്തി തൻ്റെ ശരീരത്തിൽ ജഡീകമായ പാപങ്ങളുടെ അവസ്ഥയിൽ വീണുപോകുമ്പോൾ ആ വ്യക്തി ചെയ്യുന്ന പാപം ബ്ലാക്ക് മാസിന് തുല്യമാണ്. ബ്ലാക്ക് മാസ് എന്ന് പറഞ്ഞാൽ അറിയാവുന്നവർക്കറിയാം, അത് തിന്മയുടെ ഒരു 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 പരിപാടിയാണ്. അത് നമുക്കറിയാം. കറുത്ത കുർബാന എന്ന് പറഞ്ഞുകൊണ്ട് വിശുദ്ധ കുർബാനയെ അവഹേളിക്കുന്ന ഒരനുഭവമുണ്ട് ഈ സൈറ്റാനിക് വർഷിപ്പൊക്കെ നടത്തുന്ന ആളുകളിൽ. ഞാൻ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഞാൻ ക്രിസ്തുവിനെ കുറിച്ചാണ് പ്രസംഗിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ. പ്രിയപ്പെട്ടവരെ, ആയതുകൊണ്ട് നമ്മൾ തിരിച്ചറിയണം, നമ്മൾ അർപ്പിക്കുന്നത് പലപ്പോഴും സാത്താനുള്ള ബലികളാണോ? പാപത്തിൻ്റെ ജഡീകമായ തിന്മകളെ ഹൃദയത്തിൽ താലോലിച്ചുകൊണ്ട് അർപ്പിക്കപ്പെടുന്ന ആ ബലിയർപ്പണം ബ്ലാക്ക് മാസിന് തുല്യമാണെന്ന് പറയപ്പെടുമ്പോൾ
ജഡീകമായ വികാരങ്ങളോടെ, തിന്മ നിറഞ്ഞ മനോഭാവങ്ങളോടെ, അശുദ്ധി നിറഞ്ഞ മനോഭാവങ്ങളോടെ ഞാൻ വിശുദ്ധ കുർബാന അർപ്പണത്തിനായി കടന്നു വരുമ്പോൾ, ഞാൻ വിശുദ്ധ കുംഭസാരത്തിൽ എൻ്റെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കാതെ ഞാൻ കർത്താവിൻ്റെ തിരുശരീര രക്തങ്ങൾ എൻ്റെ ഹൃദയത്തിൽ സ്വീകരിക്കുമ്പോൾ ഞാൻ ചെയ്യുന്ന തിന്മ, പാപം എത്ര വലുത്! ഇതിനെ ഓർത്ത് അനുദപിക്കാനായിട്ട് നമ്മുടെ ഹൃദയത്തിന് കഴിയുന്നുണ്ടോ എന്നുള്ളതാണ്. നമ്മൾ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു, ക്രിസ്തുവിനോടുകൂടെ മരിച്ചു. ഇത് തിരിച്ചറിയാനായിട്ട് നമുക്ക് സാധിക്കും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിനു വേണ്ടിയാണ് നമ്മുടെ ഹൃദയങ്ങളെ ക്ഷണിക്കുക. വീണ്ടും അടുത്ത ബോധ്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. ക്രിസ്തു മരിച്ചിട്ട് പിതാവിൻ്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ. ക്രിസ്തു മരിച്ചിട്ട് പിതാവിൻ്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ. മാമോദീസ സ്വീകരിച്ച് കഴിഞ്ഞിട്ടുള്ള ഒരു വിശ്വാസിയുടെ ജീവിതം ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ ഭൂമിയിലെ യാത്രകൾക്ക് തുല്യമാണെന്നാണ് പൗലോസ് പറഞ്ഞു വയ്ക്കുന്നത്. ചുരുക്കത്തിൽ പറഞ്ഞാൽ, ഉയർത്തെഴുന്നേറ്റ കർത്താവ് ഈ പ്രപഞ്ചത്തിൽ ഉടനീളം സഞ്ചരിച്ചതുപോലെ തന്നെയാണ്. ആ ജീവന്റെ പുതുക്കത്തിലുള്ള യാത്രയാണ് മാമോദീസ സ്വീകരിച്ച് ക്രിസ്തു സഭയിൽ പങ്കാളിയായിരുന്ന ഒരു വിശ്വാസിയുടെ ജീവിതയാത്ര, ജീവന്റെ പുതുക്കത്തിലുള്ള യാത്ര. പക്ഷെ നമ്മുടെ പെരുമാറ്റങ്ങളിലോ പ്രകടനങ്ങളിലോ പ്രവർത്തനങ്ങളിലോ ഈ ജീവന്റെ പുതുക്കം ഇന്നില്ല. നമ്മുടെ യാത്രകളിൽ മരണത്തിൻ്റെ ഗന്ധമാണുള്ളത്, ജീവന്റെ പുതുക്കമില്ല. നമ്മുടെ ജീവിത ശൈലികളിൽ മരണത്തിൻ്റെ ഗന്ധമാണുള്ളത്, ജീവന്റെ പുതുക്കമില്ല. ജീവനാണ് പ്രിയപ്പെട്ടവർ. ജീവനുണ്ടെങ്കിലേ പുതുക്കമുള്ളൂ. ജീവനില്ലെന്നുണ്ടെങ്കിൽ പുതുക്കം ഉണ്ടാവത്തില്ല. ജീവനില്ലാതെ പോകുന്നു. അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും അപകടകരമായ ഒരവസ്ഥയാണ്. നമ്മൾ അങ്ങനെയാണോ നടക്കുന്നത് എന്നുള്ളതാണ്. ഓരോ ക്രിസ്തു വിശ്വാസിയും അങ്ങനെ നടന്നിരുന്നെങ്കിലെന്ന് ചിന്തിച്ചു പോകേണ്ടിയിരിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിനുവേണ്ടി തന്നെയാണ് നമ്മളെ വിളിക്കുക. ഓരോ ക്രിസ്തു വിശ്വാസിയും ജീവന്റെ പുതുക്കത്തിൽ നടന്നിരുന്നെങ്കിൽ ലോകം മുഴുവൻ ക്രിസ്തുവിനെ അറിയുന്ന ഒരു അനുഭവം ഉണ്ടായേനെ. ഒരൊറ്റ വ്യക്തി ജീവന്റെ പുതുക്കത്തിൽ നടക്കാൻ തീരുമാനിച്ചാൽ ആ വ്യക്തിയുടെ ജീവിതത്തിലൂടെ ലോകം മുഴുവൻ അറിയും. മദർ തെരേസയെ നമുക്കറിയാം. ജീവന്റെ പുതുക്കത്തിൽ നടക്കാൻ മദർ തെരേസ തീരുമാനമെടുത്തു. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞ ഈ വാക്കുകൾ അക്ഷരം പറഞ്ഞ് തൻ്റെ ജീവിതത്തിൽ അന്വർത്ഥമായി. അപ്രകാരം മദർ തെരേസ ജീവന്റെ പുതുക്കത്തിൽ നടക്കാൻ തീരുമാനിച്ചതിലൂടെ എന്ത് സംഭവിച്ചു? അനേകർ യേശുവിനെ അറിഞ്ഞു, അനേകർ യേശുവിന്റെ സ്നേഹം അറിഞ്ഞു. അതേ പ്രിയപ്പെട്ടവരെ, ഒരൊറ്റ വ്യക്തി ജീവന്റെ പുതുക്കത്തിൽ നടന്നതിൻ്റെ ലക്ഷണമാണ്, അതിൻ്റെ റിയാക്ഷൻസ് ആണ് നമ്മൾ കണ്ടത്. മിഷണറീസ് ഓഫ് ചാരിറ്റീസ് എന്ന് പറയുന്ന സംഘടനയും അതിൻ്റെ പിന്നിൽ ലോകം മുഴുവൻ നടക്കുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഒരൊറ്റ വ്യക്തി ജീവന്റെ പുതുക്കത്തിൽ നടക്കാൻ തീരുമാനിച്ചതാണ്. ഇതുപോലെ ക്രിസ്ത്യാനികളെല്ലാം ഒന്ന് തീരുമാനിച്ചിരുന്നെങ്കിലോ, ഈ ഒരു നിയോഗം ക്രിസ്തു വിശ്വാസികൾ ഏറ്റെടുത്തിരുന്നെങ്കിലോ, ജീവന്റെ പുതുക്കത്തിൽ നടക്കാൻ അവരുടെ ജീവിതങ്ങളെ അവർ സമർപ്പിച്ചിരുന്നെങ്കിലോ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ ഇന്ന് വചനം കേൾക്കുമ്പോൾ അതിനെ പ്രേരിപ്പിക്കട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുക. തിരിച്ചറിയ സഹോദര, നിങ്ങളുടേത് ഒരു മരണത്തിന് ശേഷമുള്ള ഒരു ഉയർത്തെഴുന്നേറ്റ ജീവിതമാണ്. നിങ്ങൾ ഏറ്റവും മാമോദീസ നിങ്ങളുടെ മരണമായിരുന്നു, നിങ്ങളുടെ പഴയ മനുഷ്യൻ്റെ മരണമായിരുന്നു. അതുകൊണ്ട് നിങ്ങൾ ഇനി ജീവന്റെ പുതുക്കത്തിൽ നടക്കുക. ഉയർത്തെഴുന്നേറ്റ കർത്താവ് നടന്നതുപോലെ നടക്കുക. കർത്താവ് അതിനു വേണ്ടി നിങ്ങളുടെ ഹൃദയങ്ങളെ ക്ഷണിക്കുകയാണ്. അതിന് സമർപ്പിക്കാൻ തയ്യാറുണ്ടോ എന്നുള്ള ചോദ്യമാണ്. അടുത്ത വാക്യം 6-ാമത്തേത്, അവൻ്റെ മരണത്തിൻ്റെ സദൃശ്യത്തോട് നാം ഏകീഭവിച്ചവരായെങ്കിൽ പുനരുദ്ധാനത്തിൻ്റെ സാദൃശ്യത്തോടും ഏകീഭവിക്കും. അവൻ്റെ മരണത്തിൻ്റെ സാദൃശ്യത്തോട് നാം ഏകീഭവിച്ചു എങ്കിൽ അവൻ്റെ പുനരുദ്ധാനത്തിൻ്റെ സാദൃശ്യത്തോടും നാം ഏകീഭവിക്കും. നിങ്ങളുടെ മാമോദീസ വഴിയായി നിങ്ങളുടെ പഴയ മനുഷ്യന്റെ മരണം സംഭവിച്ചു എങ്കിൽ തൻ്റെ പുനരുദ്ധാനത്തിൻ്റെ അനുഭവവും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും. ഇത് പൗലോസ് ഉറപ്പിച്ച് പറയുകയാണ്. പലപ്പോഴും ഇത് വിശ്വാസം ചിന്തിക്കുന്ന ഇറ്റ്സ് ഇമ്പോസിബിൾ എന്നാണ്. ഇത് നടക്കുന്ന കാര്യമല്ല. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു നടന്നതുപോലെ 21-ാം നൂറ്റാണ്ടിൽ പാപം കൊണ്ട് പ്രളയം ബാധിച്ച ഈ ലോകത്ത് നടന്നു നീങ്ങുക എന്നത് ഇറ്റ്സ് ഇമ്പോസിബിൾ എന്ന് ചിന്തിക്കുന്ന വിശ്വാസിക്ക് പൗലോസ് ശ്ലീഹായുടെ ഉത്തരമാണ്. ഇറ്റ്സ് പോസിബിൾ.
അതാണ് പൗലോസ്ലീഹ കൃത്യമായി പറയുക. ഇറ്റ്സ് പോസിബിൾ. അതേ പ്രിയപ്പെട്ടവരെ, അവന്റെ മരണത്തിന്റെ സാദൃശ്യത്തോട് നാം ഏകീഭവിച്ചവരായെങ്കിൽ പുനരുദ്ധാനത്തിന്റെ സാദൃശ്യത്തോടും നാം ഏകീഭവിക്കും. നിങ്ങൾക്കത് ധൈര്യപൂർവ്വം ഹൃദയത്തിൻ്റെ ഒരു ബോധ്യമായി തിരഞ്ഞെടുക്കാമോ എന്നുള്ളതാണ്, ചിന്തിക്കാമോ എന്നുള്ളതാണ്. ഇറ്റ്സ് പോസിബിൾ. പാപമൊഴിഞ്ഞ് ജീവിക്കാൻ നിങ്ങൾക്ക് പറ്റുമെന്ന് സിംപ്ലി അത്ര ഞാനതിനെ ഏറ്റവും സിംപ്ലിഫൈ ചെയ്ത് പറഞ്ഞാൽ, പാവമില്ലാത്തവരായി ജീവിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ഏറ്റവും സിമ്പിൾ വേർഷനാണ് അതിൻ്റെ, സിമ്പിൾ സെൻറ്റൻസാണ്. ഈ പറഞ്ഞ വാക്യങ്ങളിൽ ഒരുപാട് വേദശാസ്ത്രത്തിൻ്റെ ആന്തരിക മർമ്മങ്ങൾ, ഒരുപാട് ആഴമായ വലിയ സംഭവങ്ങളൊന്നുമില്ല. സിമ്പിളായിട്ട് ഇതിനെ പറയാം, പാപം ചെയ്യാതെ ജീവിക്കാൻ ഒരു ക്രിസ്ത്യാനിക്ക് കഴിയും. സിമ്പിൾ സെൻറ്റൻസ്, ഇറ്റ്സ് പോസിബിൾ. പൗലോസ്ലീഹ അത് വളരെ വ്യക്തമായി പറയുകയാണ്, നിങ്ങൾക്കതിന് സാധിക്കും. ദ ലാസ്റ്റ് വേർഡ്, 7-ാമത്തെ വാക്യം, നാം ഇനി പാപത്തിന് അടിമപ്പെടാതെ വണ്ണം പാപ ശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു. അടുത്ത പോയിന്റ് കൂടെ പറയാം, അങ്ങനെ മരിച്ചവൻ പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചിരിക്കുന്നു. ക്രൂസിഫിക്കേഷൻ എന്നത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാവിയിലെന്നോ നടക്കാനിരിക്കുന്ന ഒരു കാര്യമല്ല. നിങ്ങളുടെ ജീവിതത്തിൻ്റെ ക്രൂശ് മരണം നടന്നു കഴിഞ്ഞു എന്ന് നിങ്ങൾ മാമോദീസ സ്വീകരിച്ചിട്ടുള്ള വ്യക്തിയാണ് ഈ വചനം കേൾക്കുന്നതെങ്കിൽ, എന്ന് നിങ്ങൾ മാമോദീസ സ്വീകരിച്ചോ അന്ന് നിങ്ങളുടെ പാപപങ്കിലമായ ജഡീക മനുഷ്യനെ ക്രൂശിച്ചു കഴിഞ്ഞു. അവൻ ക്രൂശിക്കപ്പെട്ടു. ആ മാമോദീസ കഴിഞ്ഞു, നിങ്ങൾ ഉദ്ധാനം ചെയ്തു. നിങ്ങളുടെ ലൈഫ് റിസറക്റ്റഡ് ക്രൈസ്റ്റിനോട് ചേർന്നുള്ള ജീവിതമാണ്. പുനരുദ്ധാനത്തിൻ്റെ ജീവൻ പ്രാപിച്ചുകൊണ്ടുള്ളൊരു ലൈഫാണ്. ഈ ജീവൻ്റെ തുടിപ്പാണ് നിങ്ങളുടെ ജീവിതത്തെ ഓരോ നിമിഷത്തിലും നയിക്കേണ്ടത്. ഇത് തിരിച്ചറിഞ്ഞാൽ നിങ്ങൾക്ക് വിശുദ്ധ ജീവിതം വളരെ ഈസിയാണ് തിരിച്ചറിയാൻ. ലാസ്റ്റ് സെൻറ്റൻസ് ഞാൻ ആദ്യം പറഞ്ഞു നിർത്തി. അങ്ങനെ മരിച്ചവൻ പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചിരിക്കുന്നു. അങ്ങനെ മരിച്ചവൻ പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചിരിക്കുന്നു. എങ്ങനെ മരിച്ചവൻ? യേശുക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ട് മരിച്ചവൻ പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പഴയ മനുഷ്യനെ ഉപേക്ഷിച്ചതാണ് നമ്മൾ. പ്രിയപ്പെട്ടവരെ, മുഷിഞ്ഞ് അഴുക്ക് പിടിച്ച് പാകമാകാതെയായ വസ്ത്രം നാം ഉപേക്ഷിച്ചതാണ്. ഇനി ആ പഴയ വസ്ത്രത്തെ നാം നമ്മുടെ ജീവിതത്തിലേക്ക് പിടിച്ചു കയറ്റുമ്പോൾ, മാമോദീസ സ്വീകരിച്ച വിശ്വാസി, നീ പിടിച്ചു കയറ്റുന്നത് ഉദ്ധിതനായ കർത്താവിൻ്റെ ആ പുനരുദ്ധാനത്തിൻ്റെ ജീവൻ തുടിക്കുന്ന ശരീരത്തിലേക്കാണ് നീ പാപത്തെ വലിച്ചു കയറ്റുന്നത്. അതുകൊണ്ടാണ് നിന്റെ ശരീരം രോഗാവൃതമാകുന്നത്, ഏറ്റവും കൂടുതൽ രോഗത്തിൻ്റെ ബന്ധനത്തിൽ പെട്ട് കിടക്കുന്നത്. അതുകൊണ്ട് നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. കർത്താവേ, വിശുദ്ധ ജീവിതത്തെ ഞാൻ ലാഘവത്തോടെ എടുക്കരുതേ എന്നൊരു പ്രാർത്ഥനയോടുകൂടെ നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നനായ തമ്പുരാനെ, അവിടുത്തെ തൃക്കരങ്ങളിലേക്ക് ഞങ്ങളുടെ ജീവിതത്തെ സമർപ്പിക്കുന്നു. വിശുദ്ധ ജീവിതത്തെ ഗൗരവത്തോടെ കാണുവാനുള്ള മനസ്സ് ഞങ്ങൾക്ക് നൽകണമേ. അതിനെ ഗൗരവത്തോടെ സമീപിച്ചുകൊണ്ട് കർത്താവെ, അങ്ങേക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. പാപത്തോടുള്ള ലാഘവത്വപരമായ സമീപനം ഞങ്ങളുടെ ഉള്ളങ്ങളിൽ നിന്ന് അവിടുന്ന് പറിച്ചു കളയണമേ. നിന്റെ ഇഷ്ടത്തിന് വഴങ്ങിക്കൊടുക്കാനുള്ള മനസ്സ് ഞങ്ങൾക്ക് എന്നും നൽകണമേ. വിശുദ്ധി ഒരു മനുഷ്യന് പ്രാപ്യമാണ് എന്ന തിരിച്ചറിവ് നൽകണമേ. ഞങ്ങളുടെ മാമോദീസ ഞങ്ങളുടെ പഴയ മനുഷ്യൻ്റെ മരണവും ക്രൂശീകരണവുമായിരുന്നു എന്ന് തിരിച്ചറിയാൻ ഞങ്ങൾക്ക് സാധിക്കണമേ. നാഥാ, മാമോദീസ കഴിഞ്ഞിട്ടുള്ള ഞങ്ങളുടെ വിശ്വാസ ജീവിതമെന്ന ഈ കാലഘട്ടത്തിലെ ജീവിതം അങ്ങയുടെ പുനരുദ്ധാനത്തിൻ്റെ ജീവൻ വഹിച്ചുകൊണ്ടുള്ള യാത്രയാണെന്നുള്ള ബോധ്യം ഞങ്ങൾക്ക് നൽകണമേ. ആ ജീവൻ വഹിക്കുന്ന ശരീരത്തിലേക്ക് പാപത്തെ പ്രവേശിപ്പിക്കാതിരിക്കാനുള്ള ആ ഉൾക്കാഴ്ച ഞങ്ങൾക്ക് നൽകണമേ. വിശുദ്ധിയുടെ ജീവിതം ഞങ്ങൾക്ക് അവിടുന്ന് നൽകി അനുഗ്രഹിക്കണമേ. മാതാവേ, വിശുദ്ധന്മാരെ പ്രാർത്ഥിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ. ആമേൻ.